ക്രിസ്മസ് നക്ഷത്രം പോലെ തിളങ്ങുന്ന കണ്ണുകളുള്ള മോള്. ചിലപ്പോ ഇരട്ടകളായിരിക്കും. ഇരട്ടകളോ? ഒരുപോലെ കരയുകയും ചിരിക്കുകയും ചെയ്യുന്ന ഇരട്ടകൾ. വലിയ സന്തോഷമൊന്നും വേണ്ട സൈമ. തനിക്ക് ലീവ് കിട്ടില്ല. എന്റെ ഈശോയെ, ചേട്ടാ എന്നാ ഈ പറയുന്നേ? അതെ സൈമ, നമ്മുടെ സർക്കിൾ അതിർത്തിയിലുള്ള ആർക്കും ഇന്ന് നാളെ ലീവില്ല. SP-യുടെ പ്രത്യേക ഉത്തരവാ. സൈമന്റെ ക്രിസ്മസ് സ്വാഹ. ക്രിസ്മസ് പ്രമാണിച്ച് സ്പെഷ്യൽ ഡ്യൂട്ടി. നമ്മൾ പോലീസുകാർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ പറ്റില്ല സൈമൻ. മേലാഫീസർമാര് കൽപ്പിക്കും, നമ്മൾ അനുസരിക്കണം. ക്രിസ്മസ് മോളുടെ ബർത്ത്ഡേ ഒരു ദിവസം ലീവ് കിട്ടിയെന്ന് കേട്ടപ്പോ മുതല് ജാൻസി വളരെ സന്തോഷത്തിലാ. ഇനി അവളോട് മോളോട് എന്നാ പറയും? അമ്മയോടും മോളോടും ആഘോഷിക്കാൻ പറ. നമ്മൾ നാളെ പള്ളിയിൽ വരുന്ന VIP-ക്ക് വെയിലത്ത് നിന്ന് സെല്യൂട്ട് അടിച്ചായിരിക്കും ക്രിസ്മസ് ആഘോഷിക്കുന്നത്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാത്രമല്ല അറിയൂ, അത് വീട്ടിലിരിക്കുന്നവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാരമില്ല സൈമ, SP-ക്ക് ഒരു കത്ത് തയ്യാറാക്ക്, ഒരു സ്പെഷ്യൽ പെർമിഷൻ. ഞാൻ കൂടി സാറിനോടൊന്ന് പറഞ്ഞു നോക്കാം, ചിലപ്പോ ലീവ് കിട്ടിയാലോ. അതെ, അടുത്ത ആഴ്ച എനിക്ക് മലയ്ക്ക് പോകാനുള്ള എന്താവോ എന്തോ. താൻ വാ. ഹായ് ഇച്ചായ, മോക്ക് ഫ്രോക്ക് വാങ്ങിയോ? ഇച്ചായ പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇച്ചായ വന്നിട്ട് വേണം പുൽക്കൂട് ഒരുക്കാനും ക്രിസ്മസ് കേക്ക് ഒക്കെ വാങ്ങാൻ. മോളുടെ ബർത്ത്ഡേ കൂടിയല്ലേ, നമുക്കൊന്ന് ശരിക്കും ആഘോഷിക്കണം. ജാൻസി, എല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ പറയാതെ തന്നെ ഇച്ചായനെല്ലാം വാങ്ങുമെന്ന്. പിന്നെ ഒരു കാര്യം, നമ്മുടെ പള്ളിയിലെ ഫാദർ ഡൊമിനിക്ക് കേക്ക് മുറിക്കാൻ വരുന്നത് നമ്മുടെ വീട്ടിലാ. മോളുടെ ബർത്ത്ഡേ കൂടിയാണെന്ന് പറഞ്ഞപ്പോ സന്തോഷത്തോടെ അച്ഛൻ സമ്മതിച്ചു. നീ വേറൊരു കേക്ക് അവിടെ നിന്നെങ്ങാനും വാങ്ങ്. ഫാദർ വരുമ്പോ നിങ്ങൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചോ, അപ്പച്ചനും അമ്മച്ചിയും കാണുമല്ലോ. അതെന്താ, ഇച്ചയും വരുന്നില്ലേ? ഇച്ചേനില്ല ഞങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കണ്ട. ജാൻസി, എനിക്ക് ലീവ് കിട്ടുന്ന ഒരു സംശയത്തിലാ. ക്രിസ്മസിന്റെ സ്പെഷ്യൽ ഡ്യൂട്ടി പോരാത്തിന് ഏതോ കേന്ദ്രമന്ത്രി വരുന്നു. മതസൗഹാർദ്ദ സമ്മേളനം. മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും ചായ? ഞങ്ങളൊക്കെ വളരെ പ്രതീക്ഷിച്ചിരുന്നതാ. ഒരു ക്രിസ്മസിന് ലീവ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ജോലിക്ക് പോണത്? ഇത് മോളോട് എങ്ങനെ പറയും? നീ ഒരു കാര്യം ചെയ്യും, മോളെ തൽക്കാലം ഒന്നും അറിയിക്കണ്ട, വരുമെന്ന് പറഞ്ഞാൽ മതി. ഞാൻ SP-ക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഇച്ചായ, എനിക്ക് വിഷമം വരുന്നു. എടോ സേമ, നമ്മൾ പോലീസുകാരുടെ ജീവിതം ഇങ്ങനെയൊക്കെയാ. ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കില്ല. വെയിലത്ത് ഉരുകി ഉരിച്ചാ കാക്കിയിട്ടുണ്ട് നമ്മൾ നിൽക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും, പിന്നെ ചത്തു കിടക്കുന്നവർക്ക് കാവലും. നമുക്കല്ലേ വീടും കുടുംബമൊക്കെ. പോട്ട് സേമ, ഇതാ നമ്മൾ പോലീസുകാരുടെ ജീവിതം. വാ, താൻ കേറി പോവാം. പോണ പോക്കണ്ടില്ലേ, വല്യവന്റെ മക്കളായിരിക്കും. ഇവന്മാരെ ക്രിസ്മസ് ICUലായിരിക്കും. അവന്മാരുടെ പുറകെ ഒന്ന് വിട്ടാലോ? വേണ്ട സൈമ, അവരെങ്ങനെയാ പോയി തൊലയട്ടെ. അത് ശരിയാവില്ലല്ലോ, ഒന്ന് ആഞ്ഞു പിടിച്ചാലോ? പഴയ പുരാവസ്തുവാ, എന്തൊക്കെ ഉണ്ടോ നോക്കാം. അവന്റെ കാലത്തെ ജീപ്പാടേ, ഇവന്റെയൊക്കെ സൂക്ഷിച്ച് അങ്ങോട്ട് ഒതുക്കും. അങ്ങോട്ട് സൈഡിലോട്ട് നോക്കിയേ. ആരുടെ അമ്മയ്ക്ക് വായുകുളി വാങ്ങാനാടാ നീയൊക്കെ പോന്ന്? 18 തികയും മുമ്പ് അച്ഛനമ്മമാര് പിള്ളേർക്ക് കുതിര പോലെ ഒരു വണ്ടി വാങ്ങിക്കൊടുത്തു. വണ്ടി വാങ്ങിക്കൊടുത്തില്ലെങ്കിലോ ആത്മഹത്യ ഭീഷണി. വാങ്ങിക്കൊടുത്താലോ അത് തന്നെ ഗതി. ആയുസ് എത്താതെ ഏതെങ്കിലും വണ്ടിയുടെ അടി.
സാറ് നിന്ന് പ്രസംഗിക്കാതെ കാര്യം പറ, ഞങ്ങൾക്ക് പോണം. വണ്ടിക്ക് ബുക്കും പേപ്പർ ഉണ്ടോടാ? നിങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ടോ? ഉതറാ. സാറേ സാറേ ഇന്ന് നമ്മുടെ കോളേജിലെ ക്രിസ്മസ് പാർട്ടി ആയിരുന്നു. ഒരു ബിയർ. ക്രിസ്മസ് എന്താടാ വെള്ളം അടിക്കാനുള്ള ദിവസമാണോ? സാറേ ആ രസീതിങ് എടുത്തേ. ഇവന്മാർക്ക് പെറ്റി അടിച്ചങ്ങ് വിടാം. ഏയ്, അവര് പോയി, ഇനി കിട്ടത്തില്ല. ബാ പോവാ, ബാ. थोड़ा एडजस्ट करो मैडम. मैडम मेरे पास 500 नहीं है, सिर्फ 200 है. എടാ ചെക്ക, ജാവോ ജാവോ, സമയം മെനക്കെടുത്താതെ പോവാൻ നോക്ക്. एडजस्ट करो मैडम प्लीज. सैलरी नहीं मिला. सैलरी मिलेगा तो 500 दे. അവൻ എന്തൊക്കെയാ ഈ പറയണത്? അരെ ഭായി, പൈസ നഹീ, ജാവോ ജാവോ. अच्छा 300 देगा. ओके मैडम. വേറെ പൈസ नहीं मैडम. ബംഗാളിയാണല്ലോ. അങ്ങോട്ട് അങ്ങോട്ട്. എന്താടി ഇവിടെ? ഓ, ഈ സാറുമാർക്ക് വരാൻ കണ്ടൊരു നേരം. ആ ഹിന്ദി ചെക്കൻ ഒന്ന് ഒത്തു വന്നതായിരുന്നു, അവൻ ഓടി രക്ഷപ്പെട്ടു. എന്തിന്റെ എനക്കടി നിനക്ക്? മര്യാദക്ക് വീട്ടിലങ്ങനെ ഇരുന്നൂടെ? ആരെയും കിട്ടാഞ്ഞിട്ട് ഇപ്പൊ ഹിന്ദിക്കാരന്റെ കൂടെ. നാണം കെട്ട വർഗം. സാർ അത് പറയരുത്. ഞങ്ങളെ പോലുള്ളവരില്ലെങ്കിലേ ഈ കേരളത്തിലെ പല വീടുകളിലും ഹിന്ദി സംസാരിക്കുന്ന കുട്ടികൾ ഉണ്ടാവാൻ അധികം നാൾ വേണ്ടി വരില്ല. ഇവിടെ അങ്ങ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരോ? കേറി ജീപ്പിലേക്ക്. സാറിന്റെ പണിക്ക് പോയാട്ടെ. ഒരുപാട് പോലീസുകാരെ കണ്ടിട്ടുള്ളതായി മറിയ. എന്നെ വിരട്ടാനൊന്നും നോക്കല്ലേ സാറേ. വിരട്ടിയാലേ അവസാനം സാറ് തന്നെ നാറും പറഞ്ഞേക്കാം. ക്രിസ്മസിന് വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങാനാ ഈ രാത്രി ഇവിടെ നിൽക്കുന്നത്. എങ്ങനെയാലും പിഴച്ചോട്ടെ. സൈമ, അവളെ വിട്ടേക്ക്. വണ്ടി എടു, ഓടി. നിന്നെ എടുത്തോളാം. ഒന്ന് പോ സൈമ. ഒന്ന് പോ സാറേ. मैडम 300. ആ 300 വാ. അവളെ ഒരു ദിവസം അകത്തിടണമായിരുന്നു. എന്നിട്ട് എന്തോ ചെയ്യാനാ? ഒടുവിൽ അവള് ബഹളം വെച്ച് ആളെ കൂട്ടും. നമ്മൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയും. പിന്നെ മാധ്യമക്കാർക്കൊക്കെ ഇവളുമാര് പറയുന്നതാണല്ലോ വേദവാക്യം. ഓ, രണ്ട് പിടക്കണമായിരുന്നു. ഓ, വിട്ടുകള സൈമ. അല്ല, അവൾ ആ ഹിന്ദിക്കാരനെ കുറിച്ച് പറഞ്ഞതും കാര്യമില്ലേ? രാജുവേട്ടാ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. എടേ, നിനക്ക് ലീവ് കിട്ടാത്തതിന്റെ ദേഷ്യ. കണ്ടോ വേറൊരു കേസ്. എടേ, എവളെ ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ആ വേണ്ട സൈമ, എടോ. എന്തോടെ ഈ നേരത്തെ ഇവിടെ? വീട്ടിലേക്ക് പോവാൻ നിൽക്കുവോ സാറേ? ബസ് ഇതുവരെ വന്നില്ല. നിന്റെ പേരെന്താടി? എൽസി. വീടെവിടെയാടി? റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിക്കാ. കള്ളം പറഞ്ഞോടി. എത്രയാണ് നിന്റെ റേറ്റ്? സാറേ, ഞാൻ അത്രക്കാരിയല്ല. പിന്നെ നീ എത്ര കാലടി? നിനക്കൊന്നും വേറെ പണിക്ക് വെക്കൂടി. മതി, നിർത്ത്. അവള് ചത്തുപോകും. തനിക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അല്ല സാർ, ഇവളെയൊന്നും അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ആ വിട്ടേക്ക് സൈമ. അവളായി അവളെ പാടായി. നീ ഒരാള് വിചാരിച്ചാ ഈ നാടൊന്നും നന്നാവാൻ പോകുന്നില്ല. വെറുതെ പുലിവാൽ പിടിക്കാതെ വണ്ടി കയറി സൈമ. നീ എണീറ്റ് പോയി. അല്ല സാറേ, ഇവിടെ ലോക്കപ്പിൽ കൊണ്ടുപോയി 2 ഇടി കൊടുത്താലോ? ഇനി ഇവിടെ എന്നാ ശരിയാവില്ല. നിനക്കേ ക്രിസ്മസിന് വീട്ടിൽ പോകാൻ പറ്റാത്തതിന്റെ എനക്കേടാ. വാ, വണ്ടി എടു. എടി, എണീച്ച് വീട്ടിൽ പൊടി. പോ. താൻ വണ്ടി എടു. ഓടി എണീറ്റ്. വീട്ടിൽ നിന്ന് ജാൻസിയാ. എന്താ ജാൻസി? മനസ്സിന് വല്ലാത്ത വിഷമം, അതുകൊണ്ട് വിളിച്ചതാ. നീ സമാധാനായിട്ടിരിക്കേ. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ അങ്ങ് എത്തില്ലേ. അപ്പൊ ക്രിസ്മസ് കഴിയില്ലേ? അപ്പച്ചനും അമ്മച്ചിയും വന്നിട്ടുണ്ട്. ഇച്ചായം വന്നില്ലെങ്കിൽ അവർ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പില്ല. അതന്നെ ജാൻസി.
എങ്ങനെയെങ്കിലും വന്നേ പറ്റൂ. മോളോട് ഉച്ചയും വരുമെന്നാ പറഞ്ഞേക്കുന്നത്. മോൾ ഉറങ്ങി. ഉറങ്ങി. ക്രിസ്മസിന് എല്ലാവരും ഒത്തുകൂടി ആഘോഷിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കില്ല. ആ ശരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ടെൻഷൻ ആവണ്ട, ഇതൊക്കെ പോലീസുകാരന്റെ തലവിധിയാണെന്ന് എഴുതി സമാധാനിക്ക് സൈമ. ആ വരുന്ന അടുത്ത കുരിശ്. ഏവന്മാരായിരുന്നോ? പിന്നെ ഞാൻ മിണ്ടാതെ പോയിക്കോളാം. നിൽക്കടാ അവിടെ, മാറിക്കടാ. ഇല്ല സാറേ, ഓരോ കുഴപ്പമുണ്ടാക്കത്തില്ല. ഗണനടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈശോ മിശിഹായെ സൂചിച്ചുകൊണ്ട് പാഠം പഠി ഞാൻ വീട്ടിൽ പോകും. ഓരോ ശല്യം ഞാൻ ഉണ്ടാക്കത്തില്ല സാറേ. വീട്ടിൽ പോയി മര്യാദയ്ക്ക് കിടന്നുറങ്ങും. അത് പിന്നെ നാളെ ക്രിസ്മസ് അല്ലേ സാറേ, ഒരല്പം ഓവറായി പോയി. അപ്പൊ സലാം സാറേ. വന്ന് ജീവിക്കാം. എന്നെ ജീപ്പിൽ കയറ്റാൻ നോക്കല്ലേ സാറേ. നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കാതെ രണ്ടെണ്ണം അടിച്ചിട്ട് വീട്ടിൽ പോയി എന്നെ പിടിച്ച് ഇടിച്ചപ്പോ സാറന്മാർക്ക് സമാധാനമായല്ല. പാവങ്ങളല്ലേ സാറേ തല്ലാൻ പറ്റുള്ളൂ. വീട്ടിൽ സാറേ, അയ്യോ കേറാനും പറ്റില്ലല്ലോ സാറേ. ഒന്ന് നിക്കേ, ഒന്ന് കേറാൻ സഹായിക്കും സാറേ. എങ്ങനെ കേറണതിനകത്ത്? അയ്യോ ആ ശരി, ആ വണ്ടി പോട്ടെ. സൈമൺ സാറേ, എന്നാ സാറിന് ലീവ് അനുവദിച്ചു. സ്പെഷ്യൽ ഓർഡറാ. നേരാണോ കർത്താവേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, എസ് പിക്ക് കാര്യം മനസ്സിലായി. അതാ ലീവ് കിട്ടിയത്. ലീവ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ തോന്നിയ നന്നായി. എന്നാ പിന്നെ താമസിക്കുന്നില്ല, ഇപ്പൊ തന്നെ പോയാ ഉച്ച കഴിയുമ്പോ വീട്ടിലെത്താം. ഓ, ഇപ്പൊ സൈമന്റെ മുഖത്തെ സന്തോഷം കണ്ട. ഇന്നലെ ആ പാവത്തിനെ കുനിച്ചേർത്തി ഇടിച്ചതാ. ഓ ശരി ശരി, എന്നാ പെട്ടെന്ന് പോവാൻ നോക്ക്. അപ്പൊ ശരിയെന്നാ. ശരി. The Human Torch, Mr. Fantastic, the Invisible Woman. Look at me. I can't. The Thing. This year, find your power. Fantastic Four. The Cape Crusader is taking back Gotham this July. Catch the Bat on Cartoon Network and Pogo for your chance. Sponsored by RBK Pump 2.0. Smart shoes that automatically adjust to a custom fit. ആ ചേ, ജാൻസി, എനിക്ക് ലീവ് കിട്ടി. ആ നേരാണോ? ഓ, ഞാൻ പുണ്യാളന് 100 മെഴുകുതിരിപ്പ് നേർന്നതേ ഉള്ളൂ. എപ്പോ തിരിക്കും? ഞാൻ ഉടനെ ഇറങ്ങാ. 9:10 ട്രെയിനിൽ കയറിയാ ഏകദേശം ഒരു 2:30-3 മണിയാകുമ്പോൾ അവിടെ എത്തും. ഓക്കെ ചായ, സന്തോഷായി ചായ. ശരി, എന്നാ ഞാൻ ട്രെയിനിൽ കയറിയിട്ട് വിളിക്കാം. ശരി, ഓക്കെ. പോയിട്ട് വരാം. ശരി സാറേ. ഇന്നാ സൈമ, മോൾക്ക് എന്റെ വക ഒരു ക്രിസ്മസ് ആ, സാറന്മാരെ, നമസ്കാരം. ആ വാ. ഞാൻ പോയിക്കോട്ടെ. എന്നെ ഇടിക്കാൻ തോന്നുമ്പോ അറിയിക്കണം. കുടിച്ച് ലക്കേട്ട് റോഡിലൂടെ നടന്നോണ്ടല്ലേ ഞങ്ങളുടെ തല്ല് കിട്ടിയത്. ക്രിസ്മസ് ആയിട്ട് കുടുംബത്തിൽ പോയിരുന്ന് 2 പെഗ് അടിച്ചിരുന്ന ഞങ്ങളുടെ ഇടി കൊള്ളണമായിരുന്നോ? എന്റെ മോളിൽ ക്രിസ്മസ് കേക്ക് വാങ്ങിക്കാൻ തന്നെ കാശെടുത്താ ഇന്നലെ കുടിച്ചു തീർത്തത്. കൊള്ളാം. ഇനി കേക്കില്ലാതെ ഞാൻ വീട്ടിൽ ചെന്ന് എന്നാ പറയും കർത്താവ്? ഇത് വെച്ചു, മോക്ക് കേക്ക് വാങ്ങിച്ചു. സാറിനെ കർത്താവ് രക്ഷിക്കും. ഈ പൈസക്ക് കുടിക്കുക എങ്ങാനും ചെയ്താ അറിയാമല്ലോ, ഇട്ടിച്ച് പോടാ. അയ്യോ ഇല്ല മാനെ. മെറി ക്രിസ്മസ്. സൈമ, എന്നാ ഇനി വൈകിക്കണ്ട. പുറത്തോട്ട് ഇറങ്ങിയ ഓട്ടോ കിട്ടും. എന്നാ വിട്ടോ. ശരി ശരി. ഓക്കെ. എന്താ കൊച്ചേ, എവിടെ നോക്കി നടക്കുന്നേ? ചാകാൻ വേണ്ടി ഇറങ്ങിയതാണോ? നിനക്ക് ചേട്ടാ വേറെ ഒരു വണ്ടി കിട്ടിയില്ലേ? എഴുന്നേറ്റ് പോവച്ചേ വണ്ടിയുടെ മുമ്പേന്ന്. വേറെ പണിയുള്ളതാ ഞങ്ങൾ പോയിട്ട്. അമ്മ വയ്യാതെ കിടക്ക, മരുന്ന് വാങ്ങിട്ട് വരുന്ന വഴിയാ. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ ഇപ്പൊ മോക്ക് മരുന്ന് വാങ്ങേണ്ടി വന്നേനെ. ഓരോന്ന് ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താൻ. മാറു വെച്ചേ അവിടെ നിന്ന്. നീ വണ്ടി നിർത്തി. സാറിടപെടണ്ട, വിട്ടുകളാ.
നമ്മൾ ലേറ്റ് ആവും സാറേ. മോളുടെ പേരെന്താ? നീന. അയ്യോ, കൈ ഒരുപാട് മുറിഞ്ഞല്ലോ. ഈ മരുന്നാർക്കാ? അമ്മയ്ക്ക്. അമ്മയ്ക്ക് എന്താ പറ്റിയേ? അമ്മയ്ക്ക് വയ്യ. ഇന്നലെ ഏതോ പോലീസുകാരെ അമ്മയെ ഒരുപാട് തല്ലി. ആശുപത്രി പോയി മരുന്ന് വെച്ചിട്ട് അങ്കിള് വീട്ടിൽ കൊണ്ടുവിടാം. വാ. ഓ, വല്ല കാര്യമുണ്ടോ ഇയാൾക്ക്? ആ, വാ മോളെ. മോള് കയറി. ഇത് വേണോ സാറേ? താൻ വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിട്. ഓ, ഞാൻ കൊണ്ടുപോവാം. ഇത് സാറ് അനുഭവിച്ചാ മതി. ഇവിടെയാ വീട്. മോളുടെ വീട് എവിടാ? ദോ അതാ. ഒന്ന് വെയിറ്റ് ചെയ്യാം. ശരി സാർ. വാ. അമ്മേ, 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 ദാ മരുന്ന്. എണീക്ക് അമ്മേ. എന്തു പറ്റി മോളെ? ഒരു ഓട്ടോറിക്ഷ തട്ടിയതാ. എന്നിട്ട് അതിലുണ്ടായിരുന്ന അങ്കിൾ എന്നെ ആശുപത്രി കൊണ്ടുപോയി. ആ അങ്കിളുടെ കൂടെ ഓട്ടോയിലാ ഞാൻ വന്നേ. അങ്കിളോ? ആരാ മോളെ അത്? ആ, എനിക്കറിയില്ല. ആ അങ്കിൾ എന്റെ കൂടെ വന്നിട്ടുണ്ട്. അമ്മ വന്ന് നോക്ക്. ആരാ? എന്താ സാറേ ഇവിടെ? അല്ല, കുട്ടി ഓട്ടയുടെ മുന്നിൽ ചാടിയപ്പോ സൂക്ഷിച്ചു പോണെന്ന് പറഞ്ഞല്ലേ നിന്നോട്? കുട്ടി വഴക്ക് പറയണ്ട, അറിയാതെ പറ്റിയതാ. ഇന്നലെ സാർ എന്നെ തല്ലിച്ചതച്ചു, ഇന്ന് എന്റെ മോളെയും. സാർ ഇപ്പൊ എന്തിനാ വന്നത്? വീണ്ടും തല്ലാൻ വന്നതാണോ? ഞങ്ങള് പാവങ്ങളാ സാറേ. ഭർത്താവ് മരിച്ചേ പിന്നെ വീട്ടുജോലി ചെയ്ത് കഷ്ടപ്പെട്ട ഞാൻ ഈ കുഞ്ഞും ജീവിച്ചു പോകുന്നത്. ഇന്നലെ രാത്രി ആ സാഹചര്യത്തിൽ പെട്ടെന്ന്. എന്ത് സാഹചര്യ സാറേ? രാത്രി സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പാടില്ലേ? ഞാൻ സാർ ഉദ്ദേശിക്കുന്ന തരക്കാരിയല്ല. പട്ടിണി കിടന്നാലും മാനം വിറ്റ് ജീവിക്കാൻ നോക്കിയിട്ടില്ല. ഇത്രയും നാളും നേർവഴിക്ക് തന്നെയാ നടന്നിട്ടുള്ളത്. ആരും തുണയില്ലാത്തവർക്ക് കർത്താവ് ഒരു വഴി കാണിച്ചു തരും എന്ന് കരുതി തന്നെയാ ഓരോ ദിവസം തള്ളി നീക്കുന്നത്. സോറി, എനിക്കൊരു അബദ്ധം പറ്റിയതാ, ക്ഷമിക്കണം. ഒരു സോറി പറഞ്ഞ സാറിന്റെ പ്രശ്നം തീർന്നു. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് എനിക്ക് നടക്കാൻ മേല. ദേഹം മുഴുവൻ സാർ അടിച്ചതിന്റെ വേദനയാ. എനിക്ക് വയ്യാത്തത് കൊണ്ട് ഇന്ന് ഈ വീട്ടിൽ ഒരു വക പാചകം ചെയ്തിട്ടില്ല. എന്റെ കുഞ്ഞിന് ഒരു ഉടുപ്പെങ്കിലും വാങ്ങിക്കൊടുക്കാനാ ഞാൻ ജോലിക്ക് നിന്ന് വീട്ടിൽ പൈസ കടം ചോദിക്കാൻ പോയത്. അവിടെ ചെന്നപ്പോ വീട്ടുകാരെല്ലാവരും കൂടി ബന്ധു വീട്ടിൽ പോയിരിക്കുന്ന വിവരം അറിഞ്ഞു. തിരിച്ചു വന്നപ്പോ രാത്രിയായി. പൈസ കിട്ടിയതുമില്ല. കിട്ടിയതോ സാറിന്റെ അടി മാത്രം. ഹായ് പപ്പ. അമ്മ, ദേ അങ്കിൾ. ഇതിൽ നിങ്ങൾക്കുള്ള എല്ലാം ഉണ്ട്. മോക്കുള്ള ഫ്രോക്കും കളിപ്പാട്ടങ്ങളും മിഠായികളും എല്ലാം.
സാറേ ഇത്? ഞാൻ മനസ്സുനൊന്ന് എന്തോ പറഞ്ഞു എന്ന് വെച്ച് സാർ ഇത് വീട്ടിലേക്ക് വാങ്ങിയതല്ലേ? വേണ്ട സാർ. അതൊന്നും സാരമില്ല. നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തിയിട്ട് ഞാനും കുടുംബവും ക്രിസ്മസ് ആഘോഷിച്ച കർത്താവ് തമ്പുരാൻ എന്നോട് പൊറുക്കില്ല. ദേവി ഇത് അരുതെന്ന് പറയരുത്. മോളെ മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. ശരി. ആ ജാൻസി, ഞാൻ പറയാം. ഓക്കെ. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഉണ്ണീശു എവിടെ ഇരിക്കട്ടെ. മോളു, ഹായ് പപ്പ. മമ്മി, ദേ പപ്പ വന്നു. ഹായ് മോളു. ഉമ്മതാ, മെറി ക്രിസ്മസ്. സെയിം ടു യു പപ്പ. ആഹാ, ഇത് മോളൊരുക്കിയതാണോ? അതെ പപ്പ. കൊള്ളാലോ. ആ ഇച്ചേ ഇപ്പൊ എത്തിയുള്ളോ? ആ, അപ്പച്ചനും അമ്മച്ചിയും തേടി. അവരിപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ഇത്ര നേരം ഇച്ചേനെ കാത്തു നിന്നു. ഹും. US-ൽ നിന്ന് നമ്മുടെ സെറീനയും കെട്ടിയനും ലാൻഡ് ചെയ്തിട്ടുണ്ട്. ആ വീടിന്റെ താക്കോൽ ഇവിടെ ആയിരുന്നല്ലോ, അതാ അപ്പച്ചനും അമ്മച്ചിയും പോയത്. നാളെ രാവിലെ എത്താന്ന് പറഞ്ഞിട്ടാ പോയത്. പപ്പ എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? ഉണ്ടല്ലോ. ഹായ്. ഇതാ മോക്ക് ഇഷ്ടപ്പെട്ട കേക്ക്. രാജീവ് അങ്കിളുടെ വക ബർത്ത്ഡേ പ്രസന്റേഷൻ. ഹായ്. എവിടെ നോക്കട്ടെ. ആ പപ്പ തുറന്നുതരാം. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ബർത്ത്ഡേ മോളു. മെറി ക്രിസ്മസ് പപ്പ. താങ്ക് യു. പപ്പ, എന്റെ ഫ്രോക്ക് എവിടെ? മോളെ, ഫ്രോക്ക് നമുക്ക് നാളെ സിറ്റിയിലെ വലിയ കടയിൽ പോയി വാങ്ങാം. പപ്പ വാങ്ങിക്കൊണ്ടിരുന്നത് മോശം കളറായിരിക്കും. അതുകൊണ്ട് മോക്ക് ഇഷ്ടപ്പെട്ട കളർ മോള് തന്നെ സെലക്ട് ചെയ്തോ. എന്താ പോരെ? പിന്നെ ഐസ്ക്രീമും വാങ്ങി തരണം. സമ്മതിച്ചോ? സമ്മതിച്ചു. മോക്കെല്ലാം വാങ്ങിത്തരാം, പ്രോമിസ്. എന്താ ചെയ്ത്? മോക്ക് വേണ്ടി എല്ലാം വാങ്ങിയിട്ട് അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത്. ഈ ക്രിസ്മസ് ദിവസം അച്ഛൻ ചെയ്ത ഏറ്റവും പുണ്യായ കാര്യം അത്. കർത്താവ് നമുക്ക് നല്ലതേ വരുത്തൂ. സ്വന്തം മകൾക്ക് ക്രിസ്മസ് ദിനത്തിൽ ഒരു കേക്കോ ഒരു പുത്തനെടുപ്പോ വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത ആ സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ച് അച്ഛനെ ഓർത്തു നോക്കിയേ. നമ്മുടെ മോക്കാണെങ്കിൽ എപ്പോ വേണമെങ്കിലും എന്തും വാങ്ങിക്കൊടുക്കാലോ. അച്ഛൻ ചെയ്ത ഈ പുണ്യപ്രവൃത്തിക്ക് കർത്താവിന്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാകും.